ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം അവശേഷിക്കുന്നു. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരാഴ്ച മാത്രം. ഇപ്പോൾ നമ്മോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചേരുന്നു. മാഷോട് പലപ്പോഴും ചോദിക്കും 20 സീറ്റിലും ജയിക്കുമെന്ന് പറയുന്നു. ഇപ്പോഴും അങ്ങനെയാണ് അവസ്ഥ, എന്താണ്? അങ്ങനെയാണ്. 26-ന് ശേഷമേ എന്ത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് പറയുള്ളൂ. അതുവരെ നമ്മളെല്ലാ മണ്ഡലവും ജയിക്കാനാണ്. എല്ലായിടത്തും മാഷ് ഏകദേശം എല്ലായിടത്തും പ്രതികരണത്തിൽ എന്താണ് ഒരു ജനങ്ങളുടെ ഒരു പൊതു നല്ല പ്രതികരണമാണ്. ഏറ്റവും വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കാരണം അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടില്ല. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ നിലനിൽക്കണോ അല്ല ഫാസിസ്റ്റ് ഇന്ത്യയിലേക്ക് രാജ്യത്തെ മാറ്റണോ എന്നുള്ളതാണ്. അത് പറ്റില്ല എന്നാണ് കേരളീയ ജനസമൂഹം ഒറ്റക്കെട്ടായിട്ട് പറയാൻ പോകുന്നത്. പ്രധാനമന്ത്രി പലതവണ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തിൽ വന്നു പോയിട്ടുണ്ട്. വലിയ രീതിയിൽ BJPയുടെ ഒരുപാട് നേതാക്കൾ വരുന്നു, കോൺഗ്രസ് നേതാക്കൾ വരുന്നു, ദേശീയ നേതാക്കളൊക്കെ. എങ്ങനെയാണ് അവരൊക്കെ മറികടന്ന് ഇടതുമുന്നണിക്ക് വിജയം ഉണ്ടാകും? അല്ല, പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രധാനമന്ത്രിയുടെ റേഞ്ച് ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. സാധാ ഒരു RSകാരന്റെ സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ പരാമർശിച്ച് ശ്രീകൃഷ്ണന്റെ കഥ പറയുന്നതോടുകൂടിയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന RSകാരന് ഇത്രയേ റേഞ്ചുള്ളൂ എന്ന് ലോകം കണ്ടത്. നരേന്ദ്രമോദി ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്ന് പറഞ്ഞിട്ട് പോയതും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ അഴിമതി പറയുന്നു. CPMന്റെ ഈ സഹകരണ സംഘങ്ങളിൽ 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ശുദ്ധ അസംബന്ധം പറയാണ്. ഒരു പ്രധാനമന്ത്രിയുടെ ഒരു നിലവാരമില്ലാത്ത ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ഒരു RSകാരൻ പറയുന്ന ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറയുന്ന പോലെ മാങ്ങേന്റെ പുളി ശരിക്കും മനസ്സിലാവണമെങ്കിൽ അണ്ടിയോട് എടുക്കണം. ഇപ്പോൾ പ്രകോപനപരമായി BJP തോക്കുന്നു ഉറപ്പായി. ഒരു സീറ്റും കിട്ടില്ല. രാജ്യത്താണ് പറയുന്നത്. രാജ്യത്ത് തന്നെയാണ് പറയുന്നത്. തോക്കും. കേരളത്തിലൊരു സീറ്റും കിട്ടൂല, ഒരു സംശയവും വേണ്ട. അത് ഞാൻ പറഞ്ഞു അന്നേരം തന്നെ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനിയിപ്പോൾ തൃശ്ശൂർ തന്നെ താമസിച്ചാലും തൃശ്ശൂർ ജയിക്കൂല. താമസിച്ചുകൊണ്ട് ജയിക്കുന്ന മണ്ഡലങ്ങളൊന്നും കേരളത്തിലില്ല കേട്ടോ. അത് RSകാർക്ക് മനസ്സിലാവായി. ഇലക്ഷൻ കഴിഞ്ഞാൽ മനസ്സിലാവും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നടപടികൾ ശക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്ന പ്രചരണമൊക്കെ ഉണ്ട്. അങ്ങനെ വന്നാൽ അതൊക്കെ തിരിച്ചടിയാവില്ല. അതൊക്കെ അതിശക്തിയായ രീതിയിലുള്ള പിന്തുണയാവും. നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇപ്പം ശൈലജ ടീച്ചർക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തിയതോടുകൂടി എന്താ ഉണ്ടായേ? ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള UDFന്റെ ആളുകളും ശൈലജ ടീച്ചർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അതാണ്ടായേ. UDFന്റെ MLAമാർ അടക്കം ഇന്നലെ ഈ ശൈലജ ടീച്ചറുടെ വിഷയത്തില് ഈ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിച്ച് രംഗത്ത് വന്നു. അല്ല, അത് അന്നേരം ആളെ മനസ്സിലായില്ലല്ലോ. ഇന്നലെയും ഇന്ന് രാവിലെയും കൂടി കൃത്യമായി മനസ്സിലല്ലോ. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായി. ഇന്നലെ മറ്റേ VD സതീശൻ പറഞ്ഞു ഗോവിന്ദൻ മാഷ് ബോംബാണെന്ന്, കള്ള ബോംബ്. അല്ലാതെ ഇപ്പോൾ മനസ്സിലായല്ലോ, നല്ല ശരിയായ ബോംബ് തന്നെയാണ്. ഈ ED ഒക്കെ വന്നാൽ വീണ്ടും ഇത് പാർട്ടി ഗുണം ചെയ്യുള്ളൂ മുന്നണിക്ക്. ഏത് ED വന്നാലും ഏത് മറ്റേ ഈ പറയുന്ന കേന്ദ്ര ഏജൻസി വന്നാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു പ്രശ്നമില്ല. ഇതെല്ലാം കള്ളത്തരമാണെന്നും ബോധപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണെന്നും 26-ാം തീയതി വരെയാണ് ഇതിന്റെ ആയുസ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവും ശേഷിയുണ്ട്. വോട്ടെണ്ണി കഴിയുമ്പം ഇടതുപക്ഷം തന്നെ ചിരിക്കും. ഉറപ്പല്ലേ? ജയിച്ചിരിക്കും. ഞാൻ ജയിച്ചാലും തോറ്റാലും ഒക്കെ ചിരിക്കും. അത് പറയാം. കാരണം ഇതൊന്നുമല്ല ഞങ്ങളുടെ ഏറ്റവും ആത്യന്തികമായ കാര്യം. ആത്യന്തികമായിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള വഴികളാണിതൊക്കെ. ഈ വഴികളിൽ നിന്ന് ചിലപ്പോൾ നല്ല പോലെ മുന്നോട്ടേക്ക് കുതിക്കും, അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും. അങ്ങനെ മുന്നോട്ടേക്ക് കയറുമ്പോൾ വലിയ ആവേശം, ചിലപ്പോൾ പിന്നോട്ടടിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഒന്നല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നിരാശ. അതല്ല പാർട്ടിയുടെ നിലപാട്. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള പാർട്ടി രാഷ്ട്രീയ നിലപാടുണ്ട് പാർട്ടിക്ക്. ആ നിലപാട് വെച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോവുക ചെയ്യാം. 2019 എന്തായാലും മുന്നോട്ട് പോകുന്ന ഉറപ്പാണ്. ഒരു സംശയമില്ല. വമ്പിച്ച മുന്നോട്ടേ പോവുക, യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും കേരളത്തിൽ. അതുതന്നെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന ഈ സമയത്തും പറയുന്നു. സംസ്ഥാനത്ത് നിന്ന് പ്രചരണം നടത്തിയ നേതാവ് കൂടിയാണ് MV ഗോവിന്ദൻ. വലിയ ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം.